ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോയാണ്. പുട്ടും കടലക്കറിയാണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു പുട്ടും കടലക്കറിയും ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കടല ഇന്നലെ രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു കുക്കറിലോട്ട് ഇട്ടിട്ട് വേവിക്കണം. ഏകദേശം 2.5 കപ്പ് കടലയുണ്ട് കേട്ടോ. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു. കടലയുടെ അതേ ലെവലിലാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ഇതിനകത്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമായിട്ടാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഏകദേശം ഒരു 1/2 ടീസ്പൂൺ. ഓക്കെ, ഇനി കുക്കർ അടച്ച് ഇതൊരു 3 അല്ലെങ്കിൽ 4 വിസിൽ വേവിക്കണം. അത് നമ്മൾ ഉപയോഗിക്കുന്ന കടലയുടെ വേവിനനുസരിച്ച്. ഞാനിതിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 3 വിസിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. കടല ആകുമ്പോഴേക്കും ബാക്കി കറിക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 2 വലിയ സവോള, 2 പച്ചമുളക്, 2 തക്കാളി. ഇതിനകത്ത് ചേർക്കാനുള്ള പൊടികൾ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് ലോ ഫ്ലെയിമിലാട്ടോ വെച്ചിരിക്കുന്നത്. അതിനകത്തേക്കൊരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയും 2 മുതൽ 2.5 ടേബിൾ സ്പൂൺ വരെ മല്ലിപ്പൊടി. മുളക് പൊടിയേക്കാളും കുറച്ചും കൂടി കൂടുതൽ മല്ലിപ്പൊടി എടുക്കണം. ഇത് രണ്ടും കൂടി നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. ചെറിയ തീയിലിട്ട് തന്നെ ചെയ്യണം, കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നല്ലൊരു മണം വരും, പൊടികൾ മൂക്കുമ്പോൾ ഉള്ളൊരു മണം. ഓക്കെ, ഇതിപ്പോൾ ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഒരു മിക്സി ജാറിലോട്ട് നമ്മളിപ്പോൾ ഈ ചൂടാക്കി എടുത്ത പൊടികൾ ഇടുകയാണ്. എൻ്റെ കൂടെ ഇനി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി, അതായത് ഇതുപോലെ ഒരു മീഡിയം സൈസിലുള്ള ഒരു ഇഞ്ചിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കേട്ടോ, പെട്ടെന്ന് അരയാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ പെരുംജീരകം, വലിയ ജീരകവും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു പേസ്റ്റായിട്ട് അരയ്ക്കണം. ഒട്ടും തരിയില്ലാതെ ഇതുപോലെ അരച്ച് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് കടല വെന്ത് പ്രഷർ പോയിട്ടുണ്ട്, കുക്കറിൻ്റെ പാകത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോരുത്, കല്ലിച്ചും കിടക്കരുത്. അതായത് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് കറി റെഡിയാക്കാം. ഒരു പാൻ വെച്ചു, അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ്. 1 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവോള. ഇതിപ്പോൾ 2-3 വലിയ സവോള എടുക്കാവേ, കനം കുറച്ച് അരിഞ്ഞതും 2-3 പച്ചമുളകും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റി. സവോള നന്നായിട്ട് വാടിയതാ ഇതുപോലായിട്ട് വരണം. ചെറുതായിട്ടൊന്ന് നിറം മാറാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ച ആ പേസ്റ്റ് ഉണ്ടല്ലോ, അരപ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അരപ്പൊക്കെ ചേർക്കുന്ന ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് വയ്ക്കണേ, കരിഞ്ഞു പോകാതെ. ഇങ്ങനെ ഒരു 1-2 മിനിറ്റ് നല്ല ഈ അരപ്പ് ഒന്ന് വഴറ്റണം. ഒരു പച്ചപ്പൊന്ന് മാറാനായിട്ടാണ് കേട്ടോ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചപ്പായിരിക്കും ഉണ്ടാവുന്നത്, കാരണം പൊടികൾ നമ്മൾ ചൂടാക്കിയാണല്ലോ ചേർത്ത്. അപ്പോൾ 2 മിനിറ്റ് ഒന്ന് വഴറ്റി കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒരു മണം ചെറുതായിട്ടൊന്ന് മാറും. ആ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1-1.5 ടീസ്പൂണോളം ഗരം മസാലയോ ചിക്കൻ മസാലയോ എന്തെങ്കിലും ചേർത്ത് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം നമ്മൾ ചേർത്ത ആ മഞ്ഞൾപ്പൊടിയുടെയും കൂടെ ഒക്കെ ഒരു പച്ച മണം ഒന്ന് മാറിയാൽ മതി. മസാലയുടെ നല്ലൊരു മണം വരും അത് മൂത്ത് കഴിയുമ്പം. പിന്നെ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത് കേട്ടോ, എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക. അത് കഴിയുമ്പം ഒരു 2 തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഈ തക്കാളി നല്ലതായിട്ട് വെന്ത് ഉടഞ്ഞു വരണം. അപ്പം ഇങ്ങനെ നമ്മൾ മസാല ഉണ്ടാക്കുന്നത് കൊണ്ട് കറി നല്ല കുറുകി കിട്ടും. തക്കാളിയും നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ച കടല, കുറച്ച് വെള്ളം അതിനകത്ത് ബാക്കിയുണ്ടാവും, അതോടുകൂടി ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഗ്രേവിക്ക് ആവശ്യത്തിന് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണേ. നമ്മളിപ്പം പുട്ടിനാണോ അപ്പത്തിനാണോ ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഇതിന് കറി കൂടുതൽ കുറവോ ഒക്കെ ആയിരിക്കുമല്ലോ വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിതിപ്പോൾ പുട്ടിനാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ കുറച്ച് ഗ്രേവി വേണം. ഞാൻ ഏകദേശം ഒരു 2 കപ്പോളം വെള്ളം വീണ്ടും ചേർത്തിട്ടുണ്ട്. അതിനകത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമുക്കിത് അടച്ചു വെച്ച് ഒരു 5-6 മിനിറ്റ് നല്ലപോലെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. ആ കടലയിലോട്ട് നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് ഇത് ആവശ്യത്തിനൊന്ന് വറ്റി കുറുകിയൊക്കെ വരും. ഇതിന് മൂടി വെച്ചിട്ട് പുട്ടുണ്ടാക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1.5 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. നല്ല തരിയുള്ള പൊടിയാണ് കേട്ടോ. ഇത്രയും എടുത്താൽ ഒരു 4 പേർക്കൊക്കെ കഴിക്കാനുള്ള അത്രയും പുട്ടുണ്ടാക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ബീട്രൂട്ട് പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സി ജാറിലോട്ട് ഒരു 2 ബീട്രൂട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചിട്ടിട്ടുണ്ട്. ബീട്രൂട്ടിന് അങ്ങനെ ഒരു കറക്റ്റ് അളവൊന്നും നോക്കണ്ട, കൂടുതൽ ചേർത്താൽ അത്രയും ഒരു കളറ് കിട്ടുമെന്നേ ഉള്ളൂ. ഒരു ടേസ്റ്റിലൊന്നും അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അധികം തരിയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് തന്നെ അങ്ങ് അരച്ചാൽ മതി. ഞാനൊരു വലിയ ബീട്രൂട്ടാണ് എടുത്തത്. ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടാം.
എന്നിട്ട് ആദ്യം ഇത് നല്ലപോലെ ഈ പൊടിയുടെ കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടേ പിന്നെ വെള്ളം ഒഴിച്ച് നനച്ചെടുക്കാവുള്ളൂ. കാരണം ബീട്രൂട്ട് അരച്ച് കഴിയുമ്പോൾ അതിനകത്തൊരു ഈർപ്പം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് നല്ല കളർഫുൾ പുട്ടാണ്. അത് മാത്രമല്ല നല്ല ഹെൽത്തിയുമാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാട്ടോ. ആ ബീട്രൂട്ടും കൂടെയൊക്കെ ചേർക്കുമ്പം പുട്ട് കൂടുതൽ സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം പുട്ട് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ആയാലും ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പം ഞാൻ ദേ ഇതിനകത്തേക്ക് ചെറിയ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. തിളച്ച വെള്ളമല്ല, കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് സാധാരണ പുട്ട് നനയ്ക്കുന്ന പോലെ നനച്ചെടുക്കുക. ഇതേ രീതിയിൽ തന്നെ ക്യാരറ്റ് അല്ലെങ്കിൽ സ്പിനാച്ച് ഉണ്ടല്ലോ, പച്ചച്ചീര, നമ്മൾ നാടൻ ചീരയല്ല, ഈ പാലക് ചീര, അത് ഇതുപോലെ തന്നെ അരച്ച് ചേർത്തിട്ട് പച്ച കളറിലും ഒക്കെ പുട്ടുണ്ടാക്കാം കേട്ടോ. ഹെൽത്തിയാണ്. അപ്പോൾ ഇതേ പുട്ടിൻ്റെ മാവ് നനച്ചെടുത്തു. ഇനി പുട്ടുകുറ്റിയിലോട്ട് തേങ്ങാപ്പീരയും ഈ മാവ് നനച്ച മാവും ലെയർ ലെയർ ആയിട്ട് ഇട്ടിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക. ഇത് തേങ്ങ കുറച്ച് കട്ടിക്ക് ലെയർ ഇടുമ്പം കുറച്ച് കട്ടിക്ക് ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അത് നമ്മൾ എടുക്കുന്ന സമയത്ത് ആ പിങ്കും വെള്ളയും കൂടി ലെയർ വരുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ പുട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ദേ കടലക്കറി റെഡിയായി. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചതാണേ. കറക്റ്റായിട്ട് പാകത്തിന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് കടല അരച്ച് ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നന്നായിട്ട് കുറുകി കിട്ടും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതിപ്പോൾ പുട്ടിനായതുകൊണ്ട് ഞാൻ കുറച്ച് കറി വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി വറ്റിച്ചെടുത്താലും നല്ല ടേസ്റ്റാണ്. അപ്പത്തിനോ ചപ്പാത്തിക്കൊക്കെ ആണെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ബീട്രൂട്ട് പുട്ട് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ആവി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 മിനിറ്റും കൂടെ വെക്കാവുള്ളൂ, കുക്ക് ചെയ്യാവുള്ളൂ. അത് കഴിഞ്ഞ് ഉടനെ തന്നെ എടുക്കണം. അപ്പോൾ ഇത് ഈ ഒരു കളറിലായിരിക്കും കിട്ടുക. നല്ല ഡാർക്ക് ആയിട്ടുള്ള നല്ല പിങ്ക് കളറിൽ കിട്ടും. കൂടുതൽ സമയം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ് മാറും. അത് ഞാൻ കാണിച്ചു തരാം ഏത് കളറിലോട്ട് വരും എന്നുള്ളത്. അപ്പോൾ ആവി വന്നു കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം എടുക്കുക. അപ്പോഴേക്കും പാകത്തിന് വെന്തിട്ടുണ്ടാവും കേട്ടോ, നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതെന്തേ നല്ല ഭംഗിയുള്ള നല്ല പിങ്ക് കളർ പുട്ടാണ്. അപ്പോൾ ഇത് കൂടുതൽ സമയം വേവിച്ച് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു കളറിലേക്ക് മാറും. ഇപ്പോൾ ഒരു ഗോതമ്പ് പുട്ട് പോലെയല്ലേ ഇരിക്കുന്നത്. പിന്നെ ഇത് രണ്ടായാലും ടേസ്റ്റിൽ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഇതും നല്ല ടേസ്റ്റി തന്നെയാണ്. പക്ഷെ ബീട്രൂട്ട് പുട്ട് ഉണ്ടാക്കുമ്പം അതിൻ്റെ ആ ഒരു കളറ് കിട്ടുന്നതാണല്ലോ എല്ലാവർക്കും ഇഷ്ടമാവുന്നത്. ഓക്കെ, അപ്പോൾ അതെ ഇതുപോലെ നല്ല സുന്ദരി പുട്ടാണേ. ശരിക്കും നല്ല ഭംഗിയാണ് കാണാനും, ടേസ്റ്റും അടിപൊളിയാണ്. നല്ല ചൂട് പുട്ടാണെങ്കിൽ കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാം. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്, അതുപോലെ ഹെൽത്തിയാണ്. ഞാൻ പറഞ്ഞ പോലെ വേറെ വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ട് ക്യാരറ്റോ പാലക് ചീരയൊക്കെ ചേർത്തും ഇതുപോലെ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള പുട്ടുണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ബീട്രൂട്ട് പുട്ടും കടലക്കറിയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.